രാഷ്ട്ര നിർമ്മാണത്തിന് യുവാക്കളുടെ പങ്കും പ്രകൃതി സംരക്ഷണത്തിന്റെ അനിവാര്യതയും പങ്കുവെച്ച് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്. പ്രായമായവർക്ക് സേവനങ്ങൾ ഉറപ്പാക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങണം. NCCയിലെ വനിതാ കാഡറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ശുഭസൂചനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേതൃത്വ ഗുണവും സേവനോത്സുകതയും കുട്ടികളിൽ വളർത്തുന്ന സംവിധാനമാണ് നാഷണൽ കേഡറ്റ് കോർ. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ NCC കേഡറ്റുകൾ ഉടൻ തന്നെ അവിടെ പാഞ്ഞെത്തുന്നു. ഇന്ന് 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള NCCയിൽ വനിതാ കേഡറ്റുകളുടെ സാന്നിധ്യം 40% ഉയർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 20 लाख से ज्यादा युवा NCC से जुड़े हैं. पहले के मुकाबले 5000 और नए स्कूल कॉलेजों में अब NCC की सुविधा हो गई है. और सबसे बड़ी बात, पहले NCC में गर्ल्स कैडेट्स की संख्या करीब 25% के आसपास ही होती थी. अब NCC में गर्ल्स कैडेट्स की संख्या करीब 40% हो गई है. ജനുവരി 11 സ്വാമി വിവേകാനന്ദന്റെ 162ാം ജന്മവാർഷികമാണ്. ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ ജനുവരി 11നും 12നും യുവാക്കളുടെ മഹാമേളയാണ് നടക്കാനിരിക്കുന്നത്. സമ്മേളനത്തിൽ ബഹുഭൂരിപക്ഷ സമയവും താൻ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. जनवरी को स्वामी विवेकानंद जी की जयंती पर देश युवा दिवस मनाता है. अगले साल स्वामी विवेकानंद जी की 162वीं जयंती है. इस बार इसे बहुत खास तरीके से मनाया जाएगा. इस अवसर पर 11-12 जनवरी को दिल्ली के भारत मंडपम में युवा विचारों का महाकुंभ होने जा रहा है. ഡിജിറ്റൽ അറസ്റ്റിന്റെ അപകടത്തിൽ നിന്നും പ്രായമായവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം യുവാക്കൾ ഏറ്റെടുക്കണം. രാജ്യത്താകമാനം നടക്കുന്ന ലൈബ്രറി പ്രസ്ഥാന മുന്നേറ്റങ്ങളെയും പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനങ്ങളെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. കുരുവികളെ സംരക്ഷിക്കാൻ കൂടുകൾ നിർമ്മിക്കുന്ന മൈസൂരിലെ സംഘടനയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. कर्नाटका के मैसूरू की एक संस्था ने बच्चों के लिए अर्ली बर्ड नाम का अभियान शुरू किया है. ये संस्था बच्चों को पक्षियों के बारे में बताने के लिए खास तरह की लाइब्रेरी चलाती है. इतना ही नहीं, बच्चों में प्रकृति के प्रति जिम्मेदारी का भाव पैदा करने के लिए नेचर एजुकेशन किट तैयार किया है. അമ്മയുടെ പേരിൽ ഒരു മരം നടണമെന്ന ആശയം ലോകമെമ്പാടും പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. തന്റെ വിദേശയാത്രയിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായതിനെ പറ്റിയും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ജനം.